ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന AEFI ലൈക്ക് അഡ്വേഴ്സ് എഫക്ട്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് ടൈപ്സ് എന്ന് പറയുന്നത് വാക്സിൻ പ്രോഡക്റ്റ്, വാക്സിൻ ക്വാളിറ്റി, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് എറർ, ഇമ്മ്യൂണൈസേഷൻ ആൻസൈറ്റി ആൻഡ് കോയിൻസിഡൻറ്റ്. വാക്സിൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആദ്യത്തെ റോ എല്ലാം എക്സാമ്പിൾസാണ്. ലൈക്ക് നമുക്ക് എന്താണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടി വാക്സിൻ പ്രോഡക്റ്റിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്ന റിലേറ്റഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വള്ളൻ ലിംബിൻ DPT വാക്സിനിൽ കാണാം. അതേസമയം വാക്സിൻ ക്വാളിറ്റി ആണെങ്കിൽ അത് പാരാലിറ്റിക് പോളിയോ ഒക്കെ ഉണ്ടാകും. ചിലവർക്ക് വാക്സിൻ ഇപ്പോൾ കൊടുത്ത നമ്മൾ IPV OPV കൊടുത്ത വാക്സിൻ നോട്ട് ഫുള്ളി ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ പാരാലിറ്റിക് പോളിയോ വരാം. അപ്പോൾ അതിൻ്റെ ചാൻസ് കുറവാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഈ വാക്സിൻ റിയാക്ഷൻ തന്നെ കോമൺ ആയിട്ട് റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. കോമൺ ആയിട്ട് DPT വാക്സിൻ കൊടുക്കുമ്പോൾ സ്വെല്ലിങ്, പെയിൻ വരാം. BCGയിൽ കീലോയിഡ് ഫോർമേഷൻ വരാം. ഏകദേശം എല്ലാവരുടെയും മേത്തത് കാണും ഡെൽറ്റോയിഡ് റീജിയനിൽ. പിന്നെ റുബെല്ലയ്ക്കാണെങ്കിൽ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും. മീസൽസിന് ഫീവർ, റാഷ്, കൺജക്റ്റിവൈറ്റിസ്, പിന്നെ ഫീവർ, മലേസ്, നോസിയ, അതെല്ലാം കോമൺ എഫക്ട്സ് ആണ്. പക്ഷേ റെയറായിട്ട് സംഭവിക്കുന്നത് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ഇവൻ്റാന്ന് പറയും. കാരണം ഹോസ്പിറ്റലൈസേഷനൊക്കെ വേണം അതിന്. ഇപ്പം പല ഗ്രേഡ്സ് ഓഫ് ഫീവർ, മോഡറേറ്റ് ആണോ, മൈൽഡ് ആണോ, സിവിയർ ആണോ, അങ്ങനെ നമുക്ക് സീരിയസ്നെസ് പറയാം. പിന്നെ മീസൽസ് ഒക്കെ എൻസെഫലോപ്പതി വരുത്താം, ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് വന്ന് ഇമ്മ്യൂണൈസേഷൻ എററും ഉണ്ടാവാം. ലൈക്ക് കണ്ടാമിനേഷൻ ഓഫ് വാക്സിൻ. നമ്മൾ ഈ ഓപ്പൺ വാക്സിൻ വയൽ പോളിസി ഒന്നും നന്നായിട്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് കണ്ടാമിനേഷൻ ഓഫ് വാക്സിൻ ഉണ്ടാവാം, അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഇനി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് B, HIV, ബാക്ടീരിയ ലൈക്ക് സ്റ്റഫൈലോകോക്കസ്, അല്ലെങ്കിൽ വാക്സിൻ വയൽ മോണിറ്ററിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും കണ്ടാമിനേഷൻ സംഭവിച്ചു. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ HIV, ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ നമുക്ക് ബ്ലഡ് സ്ട്രീം വഴി വരുന്നതാണ്. അത് കഴിഞ്ഞ് ഇമ്മ്യൂണൈസേഷൻ ആൻസൈറ്റി കൊണ്ടുണ്ടാവും. പെട്ടെന്ന് ആളുകൾക്ക് വാസോവാഗൽ സിങ്കോപ്പ്, ഭയങ്കര പേടിയായിട്ട് ലൈക്ക് സൂചി പേടിയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് വാസോവാഗൽ സിങ്കോപ്പ് ഉണ്ടാവാം. പിന്നെ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആൾ പെട്ടെന്ന് പെയിലാവും. മിനിറ്റ് അവേഴ്സ് ആളുടെ സിംറ്റംസ് ഭയങ്കരമായിട്ട് വേഴ്സൺ ആവാൻ തുടങ്ങും. ലൈക്ക് പെയിലായി. പിന്നെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവും. ഇൻ ചിൽഡ്രൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രെത്ത് ഹോൾഡിങ്ങും ഫേസ് ഫ്ലഷിങ്ങും ഉണ്ടാവും. അപ്പം കൊച്ചിൻ്റെ ബ്രെത്ത് ഹോൾഡ് ചെയ്ത് നിന്നിട്ട് ആളുടെ ഫേസെല്ലാം കൂടി ഫ്ലഷ് ചെയ്ത് വരുന്ന ഒരു ഫിനോമിന നമുക്ക് കാണാം. പിന്നെ ഫെയിൻറ്റിങ് ചിലപ്പോൾ കാണും. ലൈക്ക് ഫെയിൻറ്റിങ്ങിന് അനാഫിലാക്സിസിൻ്റെ ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കാം. ഫെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസ് ആണ്. ചിലപ്പോൾ അത് ക്ലോണിക് സീഷേഴ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരും. പിന്നെ അതത്ര സീരിയസ് അല്ല. നമ്മൾ ആളെ റിക്കമെൻഡ് പൊസിഷനിൽ വെച്ചിട്ട് നമുക്കത് മാറ്റാം. പിന്നെ അടുത്തത് നെക്സ്റ്റ് നമ്മൾ കോയിൻസിഡൻറ്റുകളാണ് നോക്കുന്നത്. കോയിൻസിഡൻറ്റ് ഇവൻ്റായിട്ട് വരാം. ലൈക്ക് ഫീവർ ഡ്യൂ ടു മലേറിയ ജസ്റ്റ് ആഫ്റ്റർ ഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ ആൾക്ക് ഫീവർ ഇമ്മ്യൂണൈസേഷൻ കൊണ്ടല്ല വന്നത്, ബട്ട് ബിക്കോസ് മലേറിയ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രിക്കോഷൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസ്കാർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വാക്സിൻ, ഓൾറെഡി ഉപയോഗിച്ച വാക്സിൻ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത വാക്സിൻ ഡിസ്കാർഡ് ചെയ്യുക. മീസൽസ് BCG ഒക്കെ നമ്മൾ ഡൈല്യൂവൻസ് ഉപയോഗിക്കുമ്പം അതിൻ്റെ തന്നെ അവർ പറഞ്ഞേക്കുന്ന ഡൈല്യൂവൻസ് തന്നെ ഉപയോഗിക്കണം. പിന്നെ എക്യുപ്മെൻറ്റ്സ് എല്ലാം നല്ലപോലെ സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം. ട്രീറ്റ്മെൻറ്റ് വരുമ്പം അഡ്രിനാലിൻ കൊടുക്കാം. 0.5 ml അഡൾട്ടിന് ഇൻട്രാമസ്കുലറിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 0.5 ml എല്ലാ 20 മിനിറ്റും കൊടുക്കണം. അല്ലെങ്കിൽ ആൻറ്റിഹിസ്റ്റമിൻ ഡ്രഗായിട്ട് ക്ലോർഫെനിറാമിൻ എന്ന് പറഞ്ഞ ഡ്രഗ് കൊടുക്കാം. പിന്നെ ടെസ്റ്റ്, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇയാൾ ആണ്, സെൻസിറ്റൈസ്ഡ് പേഴ്സൺ ആണോ നമുക്ക് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ആദ്യം കൺജക്റ്റൈവൽ സാക്കിൽ പ്രിക്കിംഗ് ഓഫ് കൺജക്റ്റൈവ, കാരണം പ്രിക്കിംഗ് ഓഫ് കൺജക്റ്റൈവ നമുക്ക് കാണാം കൺജക്റ്റൈവ സാക്കിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അല്ലെങ്കിൽ ഇൻട്രാഡെർമലി ടെസ്റ്റ് ചെയ്യാം. ഇൻട്രാഡെർമലി ഒരു 0.2 ml ആൻറ്റിസിറം കൊടുത്തിട്ട് 1:10 സലൈൻ ഡൈല്യൂഷൻ ഉണ്ടാക്കുക. അതുമായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വീലോ ഫ്ലെയറോ ഉണ്ടെങ്കിൽ ആൾ സെൻസിറ്റൈസ്ഡ് പേഴ്സൺ ആണെന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് എന്നാണ് നോക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആൻ AEFI അഡ്വേഴ്സ് എഫക്ട്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ. കാരണം ഇതിൻ്റെ സ്റ്റെപ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോക്കാം. ആദ്യം കൺഫേം ചെയ്യണം, പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് കളക്ട് ഡേറ്റ ചെയ്യണം. അത് കഴിഞ്ഞ് അസസ് ദ സർവീസ് അസസ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം ഒരു ഹൈപ്പോത്തസിസ്. പിന്നെ ടെസ്റ്റ് വർക്കിംഗ് ഹൈപ്പോത്തസിസ്. പിന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യണം ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ആദ്യം തന്നെ കൺഫേം ഇൻഫർമേഷൻ ആൻഡ് റിപ്പോർട്ട്. ഇപ്പോൾ പേഷ്യൻ്റെ മെഡിക്കൽ ഫയൽ നോക്കണം. അതിലെന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, ഇവൻറ്റിനെ കുറിച്ച് എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അയാളുടെ കേസസ് ഒക്കെ ഏതെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണോ ഇൻവെസ്റ്റിഗേഷനിൽ, അതെല്ലാം നോക്കാം. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ കളക്ട് ദ ഡേറ്റ. ഇതിൽ അയാളുടെ ഇമ്മ്യൂണൈസേഷൻ ഹിസ്റ്ററി വേണം. മെഡിക്കൽ ഹിസ്റ്ററി പ്രീവിയസ്ലി ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ സിമിലർ റിയാക്ഷൻ എങ്ങനെ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ. ഫാമിലി ഹിസ്റ്ററി ചോദിക്കണം സിമിലർ ഇവൻറ്റ്സിൻ്റെ. അതാണ് പേഷ്യൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുന്നത്. ഇനി ഇവൻറ്റ് വെച്ചിട്ട് ഹിസ്റ്ററി, ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എനി റെലവൻറ്റ് ലബോറട്ടറി റിസൾട്ട്സ് അബൌട്ട് EFI നോക്കണം. ട്രീറ്റ്മെൻറ്റ് വെദർ ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് ഔട്ട്കം നോക്കുക. പിന്നെ അബൌട്ട് സസ്പെക്റ്റഡ് വാക്സിൻ, അത് നമ്മൾ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ വാക്സിൻ വാസ് ഷിപ്ഡ്, അതിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻ എങ്ങനെയായിരുന്നു, സ്റ്റേറ്റ് ഓഫ് വാക്സിൻ വയൽ മോണിറ്റർ എങ്ങനെയായിരുന്നു വന്നപ്പോൾ,
ടെമ്പറേച്ചർ റെക്കോർഡ് ഓഫ് റെഫ്രിജറേറ്റർ എന്തായിരുന്നു. സ്റ്റോറേജ് ഓഫ് വാക്സിൻ ബിഫോർ ഇറ്റ് അറൈവ്ഡ് ഇൻ ദ ഹെൽത്ത് ഫെസിലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. വെയർ ഇറ്റ് ഹാസ് കം ഫ്രം, ഹയർ അപ്പ് ദ കോൾഡ് ചെയിൻ, അല്ലെങ്കിൽ വാക്സിൻ മോണിറ്റർ കാർഡ് എല്ലാം നോക്കുക. ഇനി വേറെ ഏതെങ്കിലും ആളുകൾ ലൈക്ക് അതർ പീപ്പിളിനെ കുറിച്ച്, അതേഴ്സ് റിസീവ് ദ സെയിം വാക്സിൻ ആൻഡ് ഡെവലപ്ഡ് ഇൽനെസ് ഉണ്ടോ, അല്ലെങ്കിൽ അതർ ഹാഡ് സിമിലർ ഇൽനെസ്. ഇഫ് സോ എക്സ്പോഷർ കേസസ് ഓഫ് ദ സസ്പെക്ട് വാക്സിൻ, ഇൻവെസ്റ്റിഗേറ്റ് ലോക്കൽ ഇമ്മ്യൂണൈസേഷൻ സർവീസ്, അതെല്ലാം നോക്കുക. ഇനി നമ്മൾ സർവീസ് അസസ് ചെയ്യാണ്, ആൾക്ക് എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടായത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാക്സിൻ സ്റ്റോറേജ്, ഡൈലുവൻറ്റ് സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, റീകോൺസ്റ്റിറ്റ്യൂഷൻ, യൂസ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് സിറിഞ്ചസ് ആൻഡ് നീഡിൽസ്, ട്രെയിനിങ് ഓഫ് ഹെൽത്ത് കെയർ, അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ട്രെയിനിങ് ഇൻ ഇമ്മ്യൂണൈസേഷൻ, നമ്പർ ഓഫ് ഇമ്മ്യൂണൈസേഷൻ ഗ്രേറ്റർ ദാൻ നോർമൽ. ഇനി ആ സർവീസ് തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ് ഇൻ ആക്ഷൻ. അപ്പോൾ ഒബ്സർവിങ് ദ സർവീസ് ഇൻ ആക്ഷൻ. ഇതിൽ റെഫ്രിജറേറ്റർ, വാട്ട് എൽസ് ഈസ് സ്റ്റോർഡ്, അത് നമ്മളറിയാം. വിച്ച് നോട്ട് ഇഫ് സിമിലർ കണ്ടെയ്നർ സ്റ്റോർഡ് നെക്സ്റ്റ് ടു വാക്സിൻ വയൽസ് വിച്ച് കുഡ് ബി കൺഫ്യൂസ്ഡ്, വിച്ച് വാക്സിൻസ് ഓർ ഡൈലുവൻറ്റ് സ്റ്റോർസ് വിത്ത് അതർ ഡ്രഗ്സ്, വെദർ എനി വയൽസ് ഹാവ് ലോസ് ദെയർ ലേബൽ. അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ പ്രൊസീജിയേഴ്സ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ, ഡ്രോയിങ് എ വാക്സിൻ, ഇഞ്ചെക്ഷൻ ടെക്നിക്, സേഫ്റ്റി ഓഫ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്, ഡിസ്പോസൽ ഓഫ് ഓപ്പൺഡ് വയൽസ്, എനി ഓപ്പൺ വയൽ ലുക്സ് കണ്ടാമിനേറ്റ്, അത് നമ്മൾ നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഫോർമുലേറ്റ് ദ വർക്കിംഗ് ഹൈപ്പോത്തസിസ്. ഇതിൽ ഓൺ ദ ലൈക്ലി പോസിബിൾ കോസസ് ഓഫ് ദ ഇവൻറ്റ് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ ഉണ്ടാക്കി. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. ഡസ് ദ കേസ് ഡിസ്ട്രിബ്യൂഷൻ മാച്ച് വർക്കിംഗ് ഹൈപ്പോത്തസിസ്. ഒക്കേഷണലി ലബോറട്ടറി ടെസ്റ്റാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കൺക്ലൂഡ് ചെയ്യുക. അതിന് നമ്മളൊരു കൺക്ലൂഷൻ ഓൺ ദ കോസ് നമ്മളാണ് കംപ്ലീറ്റ് AEFI ഇൻവെസ്റ്റിഗേഷൻ ഫോമാണ്, റിപ്പോർട്ടല്ല, ഇവിടെ ഒരു ഫോമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ആൻഡ് റെക്കമെൻഡ് ഫർദർ ആക്ഷൻ.